എന്താണ് പ്രൈവറ്റ് ടീച്ചേഴ്സ് വർക്ക് പെർമിറ്റ്? അതായത് നമ്മൾക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പലരും ഇപ്പോൾ പല രീതിയിലും ട്യൂഷൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്നതും ട്യൂഷൻ എടുക്കുന്നതൊക്കെ ലീഗലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ലീഗലൈസ് ചെയ്യുക? അതിന് പുതുതായിട്ട് ഗവൺമെൻറ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രൈവറ്റ് ടീച്ചേഴ്സ് വർക്ക് പെർമിറ്റ്. ആർക്കൊക്കെ എടുക്കാം, എങ്ങനെ എടുക്കാം, ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആവുന്നത് എന്ന് നോക്കാം. പ്രൈവറ്റ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് ഇങ്ങനെ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. ഗവൺമെൻറ്റിലും പ്രൈവറ്റ് സെക്ടറിലുമുള്ള എംപ്ലോയീസിനും വിസ ഉണ്ടെങ്കിൽ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ട്യൂട്ടർ ആവാം. 15ൻ്റെയും 18ൻ്റെയും വയസ്സിനിടയിലുള്ള സ്റ്റുഡൻസിനും ഇങ്ങനെ പറ്റും. 18 വയസ്സ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനും പ്രൈവറ്റ് ടീച്ചേഴ്സ് വർക്ക് പെർമിറ്റ് എടുക്കാം. ഇങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് എടുത്താൽ ഒരു സൈഡ് ഹസിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഈ പറഞ്ഞ് വരുന്നത്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ടുള്ളത് നോക്കാം. സ്റ്റുഡൻറ് കാറ്റഗറി ആണെങ്കിൽ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റോ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റഡി, അതവിടെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, സ്റ്റുഡൻസിൻ്റെ ലാസ്റ്റ് അക്കാഡമിക് സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, ഒരു ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ്. പാസ്പോർട്ട്, റെസിഡൻസ് വിസ, എമിറേറ്റ്സ് ID ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. ക്ലിയർ ആയിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒരു ഫോട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റുഡൻറ്റിന് ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആവശ്യം. അൺഎംപ്ലോയിഡ് കാറ്റഗറി അക്കാഡമിക് ഡിഗ്രി നിർബന്ധമായിട്ടുണ്ടാവണം. ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്, പാസ്പോർട്ട്, അതേപോലെ തന്നെ റെസിഡൻസ് വിസ, എമിറേറ്റ്സ് ID ഉണ്ടാവണം. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ ഫോട്ടോഗ്രാഫ്. മറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒന്ന് അക്കാഡമിക് ഡിഗ്രി, മറ്റൊന്ന് ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ പാസ്പോർട്ട്, റെസിഡൻസ് വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ID, പിന്നെ ഫോട്ടോ. ടീച്ചേഴ്സിന് ആവശ്യമായതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഗുഡ് കണ്ടക്ട് വേണം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ ഫിറ്റ്നസ് വേണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതേപോലെ പാസ്പോർട്ട്, റെസിഡൻസ് വിസ, എമിറേറ്റ്സ് ID. ഇനി പലർക്കുമുള്ള ഒരു സംശയം, എങ്ങനെയാണ് ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എന്ന് പറയാം. മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സിന്റെ വെബ്സൈറ്റിലോ ആപ്പിലോ പോയിട്ട് നമുക്ക് ലഭിക്കും. അതല്ലെങ്കിൽ ദുബായ് പോലീസിന്റെ ആപ്പിൽ പോയാലും ഈ ഗുഡ് കണ്ടക്ട് അല്ലെങ്കിൽ PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് ഈ ഒരു ടീച്ചേഴ്സ് വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കാം? ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പോവാം. publicservices.mohre.gov.ae/user notifications/MOHRE പ്രൈവറ്റ് ടീച്ചർ വർക്ക് പെർമിറ്റ് എന്നുള്ള വെബ്സൈറ്റിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ എമിറേറ്റ്സ് ID കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ OTP കിട്ടും. OTP കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റർ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാം. ഇതിൻ്റെ പെർമിറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എല്ലാവരും ഓർക്കുക, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പലർക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സൈഡ് ഹസിൽ ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. മുനീർ അൽ വഫ, വിത്ത് ലവ്.